ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഓണത്തിനോടനുബന്ധിച്ചുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണത്തിന് മുമ്പ് തന്നെ കായ വറുത്തതും ശർക്കര വരട്ടുപ്പേരിയും പഴ ചിപ്സും ഉണ്ടാക്കി വയ്ക്കാം. ഓണസദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ചിപ്സും ശർക്കര വരട്ടുപ്പേരിയും ഇനി കടയിൽ നിന്നും വാങ്ങിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുതേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് പഴം വെച്ചുള്ള ഒരു ചിപ്സാണ്. ഇതിന് ലേശം പഴുത്ത നേന്ത്രക്കായാണ് വേണ്ടത്. ചിപ്സും ശർക്കര വരട്ടുപ്പേരിയുമെല്ലാം ഉണ്ടാക്കുന്നത് പുകയിടാത്ത നേന്ത്രക്കായ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞു തന്നെ നേന്ത്രക്കായ വാങ്ങുക. ലേശം ഉപ്പ് വെള്ളത്തിൽ കലക്കി വയ്ക്കുക. പഴ ചിപ്സിന് വളരെ കുറച്ച് ഉപ്പ് വെള്ളം തളിച്ചാൽ മതിയാകും. 1 സ്പൂൺ ഉപ്പ് 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി വയ്ക്കുക. പഴം തോൽ കളഞ്ഞെടുക്കുക. അധികം പഴുക്കാത്ത പഴമാണ് ഇതിന് വേണ്ടത്. നല്ല കട്ടി വേണം പഴത്തിന്. നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് ചിപ്സുകളെല്ലാം വറുത്തെടുക്കുന്നത്. ഇനി നമ്മൾക്ക് ചിപ്സ് വറക്കാൻ ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് ചിപ്സുകളെല്ലാം വറുത്തെടുക്കുന്നത്. ഇനി നമ്മൾക്ക് പഴം നൈസായി അരിഞ്ഞെടുക്കാം. ഗ്രേറ്ററിൽ അരിയാതെ കത്തി കൊണ്ട് അരിയുന്നതാണ് നല്ലത്. ഈ തിക്നെസ് മതി പഴത്തിന്. എണ്ണ ചൂടായാൽ പഴം ഒന്നിച്ചിടാതെ ഓരോന്നായി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് കട്ട പോലെ കിട്ടും. നുറുക്കി വെച്ച എല്ലാ പഴവും ഒന്നിച്ചിടാതെ നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനും ഒഴിച്ചു കൊടുത്ത എണ്ണയ്ക്കുമനുസരിച്ച് അതിൽ കൊള്ളാവുന്ന എണ്ണം പഴം മാത്രം ഇട്ടാൽ മതി. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി ഇത് മൂത്ത് വരുന്ന സമയം നമ്മൾ കലക്കി വെച്ച ഉപ്പുവെള്ളം ലേശം തെളിക്കുക. കളർ മാറി പത അടങ്ങിയാൽ കോരി മാറ്റാം. ഇനി രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ നുറുക്കി വെച്ച പഴങ്ങളെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സൈഡും ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. നല്ല ക്രിസ്പി ആവുന്നത് വരെ പൊരിക്കണം. ചൂടോടെ സോഫ്റ്റായി തോന്നുമെങ്കിലും തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. എല്ലാവർക്കും പഴ ചിപ്സ് ഇഷ്ടമായിരിക്കുമല്ലോ. നമ്മുടെ പഴ ചിപ്സ് എല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക. ഒരു ചെറിയ ഫാമിലിക്ക് 3 പഴം കൊണ്ട് ഉണ്ടാക്കിയാൽ മതിയാകും. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഴം വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി. രണ്ടാമത് നമ്മൾ ഉണ്ടാക്കുന്നത് സദ്യയിലെ പ്രധാന ഐറ്റമായ ചിപ്സാണ്. ഇതിന് പഴുക്കാത്ത പുകയിടാത്ത പച്ച നേന്ത്രക്കായയാണ് വേണ്ടത്. ഇനി നമ്മൾക്ക് ഒരു ചെറിയ ബൗളിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് കലക്കി വയ്ക്കാം. ചിപ്സിന് നല്ല മഞ്ഞ കളറും ഉപ്പും കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കേണ്ട വിധം വഴിയെ പറഞ്ഞു തരാം. ആദ്യം കായയുടെ 2 സൈഡും മുറിച്ച് വയ്ക്കുക. ഇന്നിവിടെ 1 കിലോ നേന്ത്രക്കായയിലാണ് ചിപ്സും ശർക്കര വരട്ടിയും കൂടി ഉണ്ടാക്കുന്നത്. ഇനി ഇത് കത്തി കൊണ്ട് ഉള്ളിൽ തട്ടാത്ത വിധം വരയുക. ഇനി കൈ കൊണ്ട് തോല് പൊളിച്ചെടുക്കുക. ഇനി ചിപ്സ് വറുത്തെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങളുടെ കയ്യിൽ കടലെണ്ണയോ റിഫൈൻഡ് ഓയിലോ ആണ് ഉള്ളതെങ്കിൽ അതിൽ വറുത്തെടുക്കാം. ചിപ്സ് നൈസായി അരിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഗ്രേറ്ററിൽ നിന്ന് നേരിട്ട് എണ്ണയിലേക്ക് ചീകിയിടാം. എണ്ണയുടെ ചൂട് കയ്യിലടിക്കും. അതുകൊണ്ട് ഗ്രേറ്റർ ലേശം ഉയർത്തിപ്പിടിച്ച് ചീകിയിടുക. നേരിട്ട് ഗ്രേറ്ററിൽ ചിപ്സ് ചീകിയിടുമ്പോൾ ചിപ്സുകൾ തമ്മിൽ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. 2 സൈഡും തിരിച്ചും മറിച്ചുമിട്ട് ഇളക്കി കൊടുക്കുക. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. വളരെ നൈസായി ചീകിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും. ഏകദേശം വാങ്ങാറാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളം തെളിച്ചു കൊടുക്കുക. കുറച്ച് പൊട്ടലും ചീറ്റലും ഉണ്ടാവുമെങ്കിലും പേടിക്കേണ്ട. 1 മിനിറ്റിനുള്ളിൽ അത് അടങ്ങിക്കൊള്ളും. നല്ല ഗോൾഡൻ കളറിലുള്ള ചിപ്സ് പത അടങ്ങിയാൽ കോരി മാറ്റാം. ഇങ്ങനെ നമ്മുടെ പൊരിക്കുന്ന എണ്ണപ്പാത്രത്തിൻ്റെ വലിപ്പത്തിനും ഒഴിക്കുന്ന എണ്ണയ്ക്കുമനുസരിച്ച് നേന്ത്രക്കായ ചീകിയിടുക. പെട്ടെന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതി എല്ലാം ഒറ്റയടിക്ക് ചീകിയിടരുത്. ഒരു കായ ഏകദേശം 1 ട്രിപ്പിൽ ചീകിയിടാൻ പറ്റും. അങ്ങനെ നമ്മുടെ കറുമുറാന്നുള്ള നല്ല ക്രിസ്പി ചിപ്സ് റെഡി. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുമല്ലോ.
എയർ ടൈറ്റായി കുപ്പിയിലടച്ച് സൂക്ഷിക്കുക. മാസങ്ങളോളം കേടുകൂടാതെയിരിക്കും. ഇനി നമ്മൾ മൂന്നാമത് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വരട്ടുപ്പേരിയാണ്. ഇതിനാദ്യം നമ്മൾക്ക് ഒരു ചെറിയ മിക്സി ജാറിൽ 1 സ്പൂൺ സാദാ നല്ല ജീരകവും കുറച്ച് ഏലക്കയും ഒരു തുണ്ട് ചുക്കും ചേർത്ത് പൊടിച്ചു വയ്ക്കാം. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് സ്വാദ്. ഇനി ശർക്കര വരട്ട് ഉപ്പേരിക്കുള്ള നേന്ത്രക്കായ കത്തി കൊണ്ട് വരഞ്ഞ് തോൽ കളഞ്ഞ് വയ്ക്കുക. ഉടനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ കായ ഇങ്ങനെ തോൽ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ കായ കറുത്തുപോകും. ഉടനെ ഉണ്ടാക്കുന്നത് കൊണ്ട് എല്ലാം തോൽ കളയാതെ ഒന്ന് തോൽ കളഞ്ഞ് നുറുക്കി എണ്ണയിലിട്ടതിന് ശേഷം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് അടുത്ത കായ ഇതുപോലെ തോൽ കളഞ്ഞ് നുറുക്കിയാൽ മതിയാകും. കായ രണ്ടായി മുറിച്ച് ഏകദേശം ഒരേ വലിപ്പത്തിൽ അരിയുക. ലേശം കട്ടിയിൽ വേണം അരിഞ്ഞെടുക്കാൻ. എണ്ണ ചൂടായാൽ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിട്ടാൽ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കും. ഇത് ഇട്ടതും എണ്ണയുടെ അടിയിൽ പോയി കുറച്ച് കഴിഞ്ഞതും എണ്ണയുടെ മുകളിൽ പൊന്തി വരും. 25 തൊട്ട് 30 മിനിറ്റ് സമയമെടുക്കും നല്ലപോലെ മൊരിഞ്ഞു വരുവാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിപ്സ് വറുത്താൽ പുറം ക്രിസ്പിയായി തോന്നുമെങ്കിലും ഉള്ള് സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് സമയമെടുത്ത് സാവകാശം 2 വശവും നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഫസ്റ്റ് ട്രിപ്പിൽ 30 മിനിറ്റ് എടുക്കും ചിപ്സ് മൊരിഞ്ഞു കിട്ടാൻ. അടുത്ത പ്രാവശ്യം 25 മിനിറ്റിനുള്ളിൽ തന്നെ മൊരിഞ്ഞു കിട്ടും. ഇങ്ങനെ എല്ലാ ചിപ്സും വറുത്തു കോരുക. ചൂടോടെ സോഫ്റ്റ് ആയിരിക്കുമെങ്കിലും തണുത്താൽ നല്ല ക്രിസ്പി ആയിരിക്കും. ഇനി നമ്മൾക്ക് ഈ ചിപ്സ് വെല്ലപ്പാവിൽ വിളയിച്ചെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഏകദേശം 1/4 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുക. ശർക്കര പൊടിച്ചതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അച്ചുവെല്ലമോ പാവ് വെല്ലമോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാവുന്നതാണ്. ശർക്കര അരിഞ്ഞു കഴിഞ്ഞാൽ അരിച്ച് ഒരു ഉരുളിയിലേക്ക് ഒഴിക്കാം. നല്ല ക്വാളിറ്റിയുള്ള ശർക്കരയാണെങ്കിൽ അരിക്കാതെ യൂസ് ചെയ്യാം. അരിക്കുന്നതാണ് കൂടുതൽ സേഫ്. ബൈ ചാൻസ് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അരിച്ചെടുക്കുന്നത് കൊണ്ട് ശർക്കരയിലുള്ള മാലിന്യം നീക്കം ചെയ്യാൻ കഴിയും. ഇനി ശർക്കര തിളച്ച് വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു നൂൽ പരുവമാണ് നമ്മൾക്ക് വേണ്ടത്. ഗ്യാസ് അഡ്ജസ്റ്റ് ചെയ്ത് ഹൈയിലും സിമ്മിലും മാറി മാറി വയ്ക്കുക. ഇനി പാവിൽ നിന്നും കൈ വിരലിൽ തൊട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നൂല് പോലെ പാവ് വരും. ഇതാണ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അഥവാ ഒരു നൂൽ പദം. ഈ സ്റ്റേജിൽ നമ്മൾക്ക് വറുത്ത് പൊടിച്ച ഏലക്ക, ജീരകം, ചുക്ക് എന്നിവ ഇട്ട് കൊടുക്കാം. മധുരപലഹാരങ്ങളിൽ മധുരം എൻഹാൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്ത ശേഷം നമ്മൾ വറുത്ത് തണുക്കാൻ വെച്ച നേന്ത്രക്കായ ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ പാവ് എല്ലാ ചിപ്സിലും പൊതിഞ്ഞു വരത്തക്കവണ്ണം യോജിപ്പിക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്യുവാൻ. വറുത്ത കായിലെല്ലാം പാവ് പൊതിഞ്ഞ് ഡ്രൈ ആയാൽ ഗ്യാസ് ഓഫ് ചെയ്ത് ഇളക്കണം. ഒന്ന് ചൂടാറിയാൽ ശർക്കര വരട്ട് ഉപ്പേരി ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം അരിപ്പൊടി ചേർക്കുന്നവരുമുണ്ട്. സ്വാദ് പഞ്ചസാര ചേർക്കുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയ്ക്ക് അനുസരിച്ചാണ് ശർക്കര വരട്ട് ഉപ്പേരിയുടെ കളർ ഉണ്ടാവുക. നല്ല ഡാർക്ക് ബ്രൗൺ ശർക്കര ആയതുകൊണ്ടാണ് നമ്മുടെ ശർക്കര വരട്ട് ഉപ്പേരിക്ക് ഡാർക്ക് ബ്രൗൺ കളർ കിട്ടിയത്. ആറിയതിനു ശേഷം ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല ക്രഞ്ചി ശർക്കര വരട്ട് ഉപ്പേരി തയ്യാർ. ഓണസദ്യക്കുള്ള 2 വിഭവങ്ങൾ തയ്യാറായി. സാദാ സദ്യയ്ക്ക് കായ വറുത്തതും ശർക്കര വരട്ട് ഉപ്പേരിയുമാണ് വിളമ്പാറ്. നമ്മൾ സ്പെഷ്യൽ പഴ ചിപ്സ് ഇതിൻ്റെ കൂടെ തയ്യാറാക്കി എന്നേ ഉള്ളൂ. ഇനി ഇവയെല്ലാം എയർ ടൈറ്റായി കണ്ണാടി പാത്രത്തിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഓണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഒരുക്കങ്ങൾ ചെയ്തു വെച്ചാൽ ഓണ ദിവസം സദ്യ ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഓണത്തെ വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങിയില്ലേ? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.